ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു പുതിയ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീലിമ, അതായത് നമ്മുടെ സുധിയെ പറ്റിച്ച് 55 ലക്ഷവുമായിട്ട് കാനഡയിലേക്ക് കടന്നു കളഞ്ഞ ആ നീലിമ തിരികെ വരുന്നുണ്ട്. തിരികെ ഇവിടെ വന്നത് തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ടാണ്. അവർ വന്ന് വിളിക്കുന്ന ടാക്സി നമ്മുടെ സ്വന്തം സച്ചിയുടെ ടാക്സിയാണ് കേട്ടോ. അങ്ങനെ സച്ചിയുടെ ടാക്സിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാനഡയിലാണെന്ന് പറയുന്നുണ്ട്. കാനഡയിലൊക്കെ നല്ല രസമാണോ കാണാന്? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അവിടെ അടിപൊളിയാ, നല്ല രസമാണ്. അവിടെ വലിയൊരു വാട്ടർഫാൾ ഉള്ളത്. അതെ, അവിടെ വലിയൊരു വാട്ടർഫാൾ ഉണ്ട്, നയാഗ്ര വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ രണ്ടുപേരും തമ്മിൽ പങ്കുവെക്കുന്നുണ്ട്. നീലിമയോട് അവൻ പറയുന്നുണ്ട്, എന്റെ വീട്ടിലുണ്ട് ഒരുത്തൻ, അവനും ഇങ്ങനെ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. 14 ലക്ഷം രൂപയാ ഏജൻസിക്കാർ ചോദിക്കുന്നേ. 14 ലക്ഷം രൂപയായോ? ഞാനൊന്ന് പോയപ്പോഴേ 10 ലക്ഷം രൂപയുള്ളായിരുന്നു. ഇവിടെയല്ല, അവിടെയാണ് ജീവിക്കാൻ സുഖം. ആണോ മേഡം? ഇന്നലെ തിരിച്ചു പോവോ? ഇല്ല, ഞാൻ നാളെ പോവുള്ളൂ. എനിക്കിവിടെ ഒരു പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ ഉണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ നാളെ പോകും. ആണോ മേഡം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ ശരി, നിങ്ങൾ നമ്പർ തന്നേരെ, ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം. എനിക്കിവിടെ കുറെ സ്ഥലങ്ങളൊക്കെ പോകാനുണ്ടെന്ന് നീലിമയും പറയുന്നുണ്ട്. അങ്ങനെ ഇവള് പറയുന്നുണ്ട്, എനിക്കിന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്യണം, ഒന്ന് ബ്യൂട്ടി പാർലർ വരെ പോകണം എന്നൊക്കെ പറയുമ്പം, ആ എന്റെ ഏടത്തേക്ക് ബ്യൂട്ടി പാർലറാ, ഞാൻ അങ്ങോട്ടേക്കിനെ കൊണ്ടാക്കാം, അവർ നല്ല കഴിവുള്ളവരാ, നല്ല ബ്യൂട്ടീഷ്യനാണ് എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ നീലിമേനെ അവിടെ അവൻ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സച്ചി ഇവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ 2 ദിവസം മുന്നേ തന്നെ ശ്രുതിയും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഭിക്ഷക്കാരന്റെ വേഷമൊക്കെ കെട്ടിക്കൊണ്ട് വന്നില്ലേ, ആ സമയത്ത് ഇവൻ ഭയങ്കര ഡള്ളായിട്ട് എനിക്കിനി വയ്യെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന സമയത്ത് ശ്രുതി പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശ്രുതി, ഞാനൊരു കാര്യം പറയാം, നമ്മളെ തുടങ്ങിയെടുത്തൊന്ന് അവസാനിപ്പിക്കണം. അതായത് നിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് അടിച്ചിട്ട് പോയില്ലേ ആ നീലിമ, അവളെ കണ്ടെത്തണം. അവളാണ് നിന്നെ ചതിച്ചിട്ട് കൊണ്ടുപോയത്. ആ ക്യാഷ് നമുക്ക് വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്. അവളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. നമുക്ക് അവളെ എവിടുന്ന് കണ്ടെത്താനാ? അവളെ കാനഡയെ പോലുള്ള വലിയ രാജ്യത്തിലേക്ക് പോയേക്കുന്നേ, അവിടെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ശ്രുതി പറയുന്നുണ്ട്, എടാ അതിന് അവർ ഏജൻസി വഴിയല്ലേ ശ്രുതി പോയിരിക്കുന്നത്. ഏജൻസി പോയി നോക്കിയാല് അവൾ എങ്ങോട്ടാ പോയിക്കുന്ന അറിയാം. പ്രോപ്പറായിട്ടൊരു സ്ഥലം കൊടുത്തിട്ടായിരിക്കും അവൾ പോയത്. എങ്കിലും ഇപ്പൊ 1 വർഷം ആയില്ലേ, അവൾ വേറെ എങ്ങോട്ടേക്ക് മാറിക്കാണില്ലേ. എങ്കിലും അവിടെ പോയി അന്വേഷിച്ചാ നമുക്ക് കണ്ടുപിടിക്കാലോ. നമ്മളിപ്പോ കാനഡയിൽ പോകാൻ പോവാണോ? കാനഡയിൽ പോവാന്നല്ല, നമ്മൾ ആദ്യം ആ ഏജൻസി പോയിട്ട് എന്തെങ്കിലും ക്ലോ കിട്ടുമെന്ന് കണ്ടുപിടിക്കാം, അത് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂടി ഏജൻസിയിലേക്ക് പോയി അവളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്തേക്കാണ് പോയതെന്നൊക്കെയുള്ള കാര്യങ്ങള്. അങ്ങനെ ഇവര് അന്വേഷണവും ആരംഭിക്കുന്നുണ്ട്. ഈ സമയത്താണ് കൃത്യമായിട്ട് നീലിമ ഇങ്ങോട്ടേക്കും വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് ശ്രുതിയാണെങ്കിൽ അവളുടെ ഒരു ഫോട്ടോ എടുത്ത് ഏജൻസിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ശ്രുതി ചോദിക്കാണ്, ഓഹോ ഇപ്പോഴും അവളുടെ ഫോട്ടോ കൈ വെച്ചിരിക്കല്ലേ? അല്ല ശ്രുതി, ഞാനിവിടെ കാണിക്കാൻ വേണ്ടി അവളുടെ ഫോട്ടോ തപ്പിയെടുത്ത, ബാക്കി ഒന്നും തന്നെ എന്റെ കയ്യിലില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവനാണെങ്കിൽ ജോലി അന്വേഷിച്ചും ഇവളാണ്ട് പാർലറിലേക്കും പോകുന്നുണ്ട്. ഈ സമയത്ത് നീലിമയാണെങ്കിൽ നേരെ പാർലറിലേക്ക് കയറി വരുന്നുണ്ട്. കയറി വന്നിട്ട് എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വാ മേഡം അകത്തേക്ക് ഇരിക്കുന്ന പറയുന്നുണ്ട്. ഇവളെ കണ്ടപാടെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇത് നീലിമയാണെന്ന്. ആഹാ മേഡം എവിടെന്നാ ചോദിക്കുമ്പം ഞാൻ കാനഡന്നാണെന്ന് പറയുന്നുണ്ട്. ആണോ മേഡം പേരെന്താണെന്ന് ചോദിക്കുമ്പം നീലിമയെന്നും പറയാണ്. അപ്പൊ നീ തന്നെ അല്ലടി എന്ന് പറഞ്ഞിട്ട് മേഡം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഫേഷ്യൽ നമുക്ക് ഇപ്പൊ ആരംഭിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് മാറിപ്പോയി നിക്കാണ്. എന്നിട്ട് അപ്പോൾ തന്നെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതി പറയാണ്, നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും എന്ന് പറയുമ്പം, ഇല്ല എനിക്ക് ആളൊന്നും മാറിയിട്ടില്ല, ഇത് അവള് തന്നെയാണ്, കാനഡയിൽ നിന്നാണെന്നും പറഞ്ഞു, നീലിമാന്ന് ആ പേരെന്നും പറയുന്നുണ്ട്. ഓഹോ അവൾ അവിടെ തന്നെ വന്നല്ലേ, നീ അവളെ ലോക്ക് ചെയ്ത് വെക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഇവളെ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നതായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ശ്രുതി. ഈ സമയം കൊണ്ട് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി വന്നു കയറി അപ്പോൾ തന്നെ കഥക് ലോക്ക് ചെയ്യാണ്. ഇത് കണ്ട് നീലിമ ഞെട്ടിപ്പോകുന്നുണ്ട്. മാറിക്കേ, എനിക്ക് പോണെന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, ഓഹോ അപ്പൊ നിനക്കെന്നെ മനസ്സിലായല്ലേടി, എന്നെ പറ്റിച്ച് 55 ലക്ഷമായിട്ട് കടന്നു കളഞ്ഞതല്ലേ നീ, എന്നിട്ട് നീ ഇപ്പൊ സുഖിക്കല്ലേ, എന്റെ പാറിലേക്ക് തന്നെ നീ കയറി വന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എവിടെ നിന്നെ പറ്റിച്ചു? നീയല്ലേ നിന്റെ അച്ഛനെ പറ്റിച്ച കാശും കൊണ്ട് എന്റെ കൂടെ വന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ പഠിച്ച് എന്ന് പറയുന്നുണ്ട്. എന്നെ സ്നേഹം കാണിച്ച് നടിച്ച് എന്നെ ഇല്ലാതാക്കിയത് നീ അല്ലേടി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ശ്രുതി പറയുന്നുണ്ട്, മര്യാദക്കോടെ ഇരിക്കടി, എന്റെ ക്യാഷ് ഇപ്പൊ തന്നെ താന്ന് പറയുമ്പോഴേക്കും എന്റെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല, ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങാൻ വന്നതാണ്, നാളെ തന്നെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവള് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നീ എവിടേക്കും പോണില്ല,
പോലീസ് സ്റ്റേഷനിലെ നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നിനക്ക് തന്ന ക്യാഷ് എന്ന എല്ലാ തെളിവുകളും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ പുഷ്പം പോലെ അവർ തൂക്കിക്കോളും. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാൻ പോവാണെന്ന് പറയുമ്പം അയ്യോ വിളിക്കരുത്, നാളെ എനിക്ക് കാനഡയിലേക്ക് പോകാനുള്ളതാ, കേസും ഇല്ലായാലും എനിക്ക് പോകാൻ പറ്റില്ല പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് മര്യാദയ്ക്ക് ക്യാഷ് താഴെയെന്നും പറഞ്ഞിട്ട് അവളുടെ കഴുത്തിലേക്ക് കത്തി വെക്കുന്നുണ്ട്. ശ്രുതി നീലിമ ചോദിക്കാണ് അതൊക്കെ പറയാൻ നീ ആരുടെ ചോദിക്കുമ്പം ശ്രുതി പറയാണ് അവൾക്ക് അതിനുള്ള എല്ലാ അവകാശമുണ്ട്, ഇതെന്റെ വൈഫാണ്, ഇവളുടെ പേര് ശ്രുതി. നീ കളഞ്ഞിട്ട് പോയപ്പം എന്റെ ജീവിതത്തിലേക്ക് താങ്ങാൻ തള്ളയാൻ വന്നത് എന്റെ ശ്രുതിയാ. അവള് കാരണമാണ് ഇപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നത്. നീ ഒരുത്തി എന്റെ ജീവിതത്തിൽ പോയത് തന്നെ വലിയ ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പറയുന്നുണ്ട്. നീലിമയോട് ശ്രുതി പറയുന്നുണ്ട് നീ ആ ക്യാഷ് കൊണ്ടുപോയത് മൂലം ഇവനിവിടെ എന്തുമാത്രം അപമാനം സഹിച്ചു നിനക്ക് അറിയാമോ? മര്യാദയ്ക്ക് ക്യാഷ് കൊടുക്ക്, ഇത് എന്റെ പാലള, നിനക്ക് പുറത്തേക്ക് പോകാനോ ആരെ വിളിക്കാനോ ഒന്നും പറ്റില്ല. ഞാൻ പോലീസിനെ ഇപ്പൊ തന്നെ വിളിക്കാന്നും പറഞ്ഞിട്ട് ശ്രുതി പോലീസിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൊക്കെ വരുന്നുണ്ട്. പോലീസ് പറയുന്നുണ്ട് നിന്നെ ഞങ്ങള് കുറെ കാലം കൊണ്ട് അന്വേഷിക്കാണ്, നീ വന്നല്ലേ, എന്തായാലും നിന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പം അവള് പറയുന്നുണ്ട് ദയവേത് എന്നെ അറസ്റ്റ് ചെയ്യരുത്, എനിക്ക് നാളെ തന്നെ കാനഡയിലേക്ക് പോകണം, അത്യാവശ്യമാണ്, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ശ്രുതി പറയുന്നുണ്ട് അങ്ങനാണെങ്കിൽ എന്റെ ക്യാഷ് കാര്യന്ന് പറയാണ്. പോലീസ് പറയുന്നുണ്ട് അങ്ങനാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പാകുക, നീ ക്യാഷ് കൊടുത്ത് ഒത്തുതീർപ്പാക്കുകയാണെങ്കിൽ ഈ കേസ് ഒഴിവാക്കാമെന്ന് പോലീസ് പറയുന്നുണ്ട്. ശ്രുതി പറയാണ് ഞങ്ങൾക്ക് കേസൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ ക്യാഷ് കിട്ടിയാൽ മതിയെന്ന് അവളും പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേക്കും നീലിമ ശരി സാർ ഞാൻ ഇപ്പൊ തന്നെ 55 ലക്ഷം രൂപ കൊടുത്തേക്കാന്ന് പറയുമ്പോ ശ്രുതി പറയുന്നുണ്ട് ഇത്രയും കാലം എന്റെ കാശും കൊണ്ട് നടന്നതല്ലേ, അതിന്റെ പലിശയും ചേർത്ത് 60 ലക്ഷം രൂപ തരണമെന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ നീലിമ ആ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പോലീസില് ഇവിടെ സൈൻ ചെയ്ത് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊരു ബന്ധവുമില്ല, കേസും ഇല്ലെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. സാക്ഷിയായിട്ട് അന്ന് നമ്മുടെ ഇവക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവളെ സച്ചിനെ ഒന്ന് ഹെൽപ്പിന് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് പോയിട്ടാണ് പോലീസ് ആ ഒപ്പ് മടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്ത് നിൽക്കുന്ന ശ്രുതിയെയും ഇവര് കാണുന്നുമില്ല, സച്ചി കാണുന്നില്ല കേട്ടോ. സച്ചി പുറത്തേക്ക് വന്നിട്ടാണ് ആ ഒരു ഒപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ താങ്ക്സ് പറഞ്ഞ് നീലിമ അവനെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ നീലിമ ആ ഒരു പൈസ മൊത്തം ഇവരെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിക്കും വലിയ സന്തോഷമാണ് കേട്ടോ. പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ 60 ലക്ഷം രൂപ അവരുടെ കൈകളിലേക്ക് വന്നത്. അതിന്റെ ഒരു കാരണക്കാരൻ നമ്മുടെ സച്ചിയാണ്. പക്ഷെ അതൊന്നും ഇവര് പരസ്പരം അറിയുന്നുമില്ല. അങ്ങനെ സച്ചിയുടെ കൂടെ ഇവളെ പ്രോപ്പർട്ടി നോക്കാനും പരിപാടിക്കൊക്കെ പോയിട്ട് പിറ്റേ ദിവസം കാനഡയിലേക്ക് നീലിമ തിരിച്ചും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയും കൂടി അവിടെ പാളുന്ന ആലേക്കാണ് നമുക്ക് ഈ ക്യാഷ് കൊണ്ട് എത്രയും പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയണം, എന്നിട്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നൊക്കെ ശ്രുതി പറയുമ്പം ശ്രുതി പറയാണ് എന്നിട്ട് എന്ത് ചെയ്യാണ് നിന്റെ ഭാവം? ഈ ക്യാഷ് കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ നിന്നെ എല്ലാവരും ഒന്ന് സ്വീകരിക്കുന്നതാണോ നിന്റെ വിചാരം? ഒന്നുമില്ല, 10 ലക്ഷം രൂപ നിന്റെ അച്ഛന് കൊടുക്കും, ബാക്കി 60 ലക്ഷം രൂപയിലെ 20 ലക്ഷം രൂപ വെച്ച് വീതിച്ച് 3 മക്കൾക്കും കൊടുക്കും. നമുക്ക് തുച്ഛമായ തുക മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ എന്തായാലും നീ ഒന്നും കൊടുക്കണ്ട. അല്ല ശ്രുതി, ഇത് കൊടുക്കാതെ എന്ത് ചെയ്യാനാ? നമുക്ക് ഒരു ബിസിനസ് ആരംഭിക്കാം എന്ന് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി ചോദിക്കാണ് അയ്യോ ക്യാഷ് ഇടുന്നാന്ന് എല്ലാരും ചോദിക്കില്ലേ? എന്റെ അച്ഛൻ അയച്ചു തന്നാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. 60 ലക്ഷം രൂപ അയച്ചു തന്നു, ആ പൈസക്ക് നമ്മള് ബിസിനസ് തുടങ്ങുവാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് ഇവര് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയുടെ അച്ഛൻ എനിക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി 60 ലക്ഷം രൂപ അയച്ചു തന്നമ്മേ, കാനഡയിലേക്കൊന്നും പോയി എല്ലാവരുടെ കയ്യിൽ ജോലി ചെയ്യണ്ട, ഒരു ബിസിനസ്സുകാരനാവുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പൈസ അയച്ചു കൊടുത്താന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ അത്രയും ദിവസം ഉണ്ടായിരുന്ന ചന്ദ്രയുടെ ആ ഒരു വിഷമം മാറിക്കിട്ടി. ഇവരുടെ അച്ഛൻ വിളിക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ലെന്നായിരുന്നല്ലോ പരാതി. ആ ഒരു പരാതിയും കൂടി ഇതോടുകൂടി തീരാണ്. അങ്ങനെ ചന്ദ്രയ്ക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. സച്ചി പറയാണ് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന രീതിക്കല്ലല്ലോ, ഇപ്പോഴല്ല നീ പറഞ്ഞത് നിന്റെ അച്ഛൻ ജയിലിലാണെന്ന്. അതെ, അച്ഛൻ ജയിലിൽ തന്നെയാണ്. പക്ഷെ അവിടുന്ന് അച്ഛന്റെ വേറൊരു അക്കൗണ്ട് വഴിയാണ് എനിക്ക് ക്യാഷ് അയച്ചു തന്നത്. ഇളയച്ചൻ പോയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിൽ കാനഡയിൽ പോയി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛന് സങ്കടം വന്നു. അങ്ങനെ ജോലിക്ക് വേണ്ടി അങ്ങ് പോകണമെന്ന് പറഞ്ഞിട്ടാ അച്ഛന് ക്യാഷ് അയച്ചു കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി തള്ളുന്നുണ്ട്. ഇതൊക്കെ ബാക്കി എല്ലാവരും വിശ്വസിക്കാണ്. നമ്മുടെ സച്ചിക്ക് മാത്രം ഇതൊന്നും വിശ്വാസം വരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാരെയും പറ്റിച്ചുകൊണ്ട് ശ്രുതിയും കൂടി ഒരു ഇലക്ട്രോണിക്സിന്റെ ഉപകരണങ്ങളൊക്കെ ഉള്ള ഒരു കട ആരംഭിക്കുകയാണ്. അങ്ങനെ ആ കട വമ്പൻ വിജയമാകുന്നുണ്ട് കേട്ടോ. ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ രേവതിയുടെ സച്ചിനെയൊക്കെ ഒരുപാട് പേര് അപമാനിക്കുന്നുണ്ട്. അങ്ങനെ ആ കട നല്ല വിജയമാകുന്നുണ്ട്. ബിസിനസ്സിൽ ഇവർക്ക് വെച്ചിട്ട് കയറ്റുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഒരു മുതലാളിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രയ്ക്ക് വലിയ അഹങ്കാരമൊക്കെ ആവുന്നുണ്ട്. ഈ ഒരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ 1 വർഷം കഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്നേഹയ്ക്ക്, അതായത്
രേവതിയുടെ അനിയത്തിക്ക് ഈ നീലിമനെ അറിയാലോ. ഒരു ദിവസം നീലിമയുടെ കടകളിൽ ഇങ്ങനെ പൂ വാങ്ങിക്കൊണ്ട് നിൽക്കായിരിക്കും, സംസാരിച്ചു നിൽക്കായിരിക്കും സച്ചി. നീലിമയാണെങ്കിലോ അന്ന് കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് അവരുടെ വണ്ടി, സച്ചിയുടെ വണ്ടിയില് നീലിമ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സ്നേഹ ചോദിക്കാണ്, അത് നീലിമയല്ലേന്ന്. നീലിമയോ? ഏത് നീലിമ? സച്ചി ചോദിക്കുമ്പോഴേക്കും, സച്ചിയേട്ടാ ഇതാണ് മറ്റു നീലിമ, നമ്മളെ സുധീരനെ പറ്റിച്ച് കാശും കൊണ്ട് പോയില്ലേ ആ പെണ്ണ്. ഏത്? ആ നീലിമയോ? അതെ, ആ പെണ്ണ് തന്നെ ഇതെന്ന് പറയുന്നുണ്ട്. സ്നേഹയും സച്ചിയും അരികിലേക്ക് പോയിട്ട് സച്ചി ചോദിക്കാണ്, നീ എന്റെ ഏട്ടനെ പറ്റിച്ച് സുധീരെ നീലിമയല്ലേ ചോദിക്കാണ്. അതെ, ഞാൻ നീലിമയാണ് എന്ന് പറയുമ്പോഴേക്കും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടടി എന്നിട്ട് എന്റെ വീട്ടിൽ തന്നെ കയറാന്? ആ സുധി ആരെന്നറിയോ? എന്റെ ചേട്ടനാ. എന്റെ അച്ഛൻ 30 വർഷം വണ്ടി ഓടിച്ചു കിട്ടിയ പെൻഷൻ കാശും കൊണ്ടാ നീ മുങ്ങിയത് എന്ന് സച്ചി പറയുമ്പോഴേക്കും, നീ പറയാണ്, ഞാൻ ആരെ പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ ആരെ കാശും കൊണ്ട് പോയിട്ടുമില്ല. പിന്നെ ആരുടെ ക്യാഷ് എടുത്തോണ്ട് പോയത്? നീയല്ലേ അവനെ പറ്റിച്ച് കാശും കൊണ്ട് പോയത്, കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. അതുകൊണ്ടാ ഞാൻ അവനെ കെട്ടായിരുന്ന പെണ്ണിനെ ഞാൻ കെട്ടിയെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. നീലിമ ചോദിക്കുകയാണ്, ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകളല്ലേ? എങ്കിലേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. 1 വർഷം മുമ്പ് നിന്റെ വണ്ടി വിളിച്ച് ഞാൻ വന്നിരുന്നില്ലേ? അന്ന് നീ കൊണ്ടൊരു ബ്യൂട്ടി പാർലറിൽ എന്നെ ഡ്രോപ്പ് ചെയ്തില്ലേ? ആ ബ്യൂട്ടി പാർലറിലേക്ക് കയറിയപ്പോ തന്നെ അവളുണ്ടെന്ന് സുധിയും അവന്റെ ഭാര്യയും കൂടി എന്നെ വളഞ്ഞു വെച്ചു. അങ്ങനെ സ്റ്റേഷനിലേക്ക് പോയിട്ട് 60 ലക്ഷം രൂപയും പലിശ ചേർത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. അന്ന് സച്ചി എനിക്കൊരു സൈൻ ചെയ്യുന്ന ഓർക്കുന്നുണ്ടോ? അത് നിന്റെ ഏട്ടനും ഏടത്തെയും ആ കേസിൽ നിന്ന് ഒഴിവായുള്ള സൈനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ലല്ലോ? ആ എങ്ങനെ പറയും? നിന്റെ അച്ഛനെയും നിന്നെയൊക്കെ പറ്റിച്ചവനാ സുധി. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ വിട്ടിട്ട് പോയതും ഇപ്പോ വീണ്ടും അവൻ നിങ്ങളെ പറ്റിച്ചു. അവരുടെ കൂടി കാശ് മുക്കിയതായിരിക്കും, പോയി ചോദിച്ചു നോക്ക്. അത് പിന്നെ ഞാൻ പോയി പറഞ്ഞാല് ആരും വിശ്വസിക്കില്ല. നീലിമ എന്റെ കൂടെ നിന്ന് വരുവോ? എന്റെ അച്ഛൻ 30 വർഷം വളയം പിടിച്ച കാശാ അത്. പാവം അച്ഛന്റെ സമ്പാദ്യം എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഒന്നും പറയുകയും ചോദിക്കാണ്. സുധിക്ക് വേണ്ടി ഞാൻ വന്ന് സച്ചിക്ക് വേണ്ടി ഞാൻ വന്ന് പറയാന്ന് പറഞ്ഞ നീലിമ സച്ചിയുടെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ സച്ചി വീട്ടിലേക്ക് ചെല്ലാണ്. ചെന്നതിന് ശേഷം എല്ലാവരും വിളിച്ചു വരുന്നുണ്ട്. അമ്മയാണ് ഇന്നത്തെ ജഡ്ജി. അമ്മതാ ഈ കൂട്ടിൽ കയറി നിൽക്കുന്ന പറഞ്ഞ് അവിടെ കയറിയിട്ട് ഇരുത്താണ്. ഞാനാണ് വക്കീല്. ഇവരെല്ലാരും സാക്ഷികളും പ്രതികളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രയൊക്കെയാണ്, നിനക്കെന്താടാ വട്ടായോ? ഓരോ കേസും കൊണ്ട് അവൻ വന്നേക്കും, ഇവിടെ മനുഷ്യനേറെ പണിയുണ്ട്. സുധി പറയുന്നുണ്ട്, എന്താ സച്ചി നിനക്ക് എന്താ പറ്റിയത്? അതെ, എല്ലാവരും ഇവിടെ തന്നെ വേണം, അച്ഛാ ഇങ്ങോട്ട് വാച്ചാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി ചോദിക്കാണ്, അമ്മേ 1 വർഷം മുന്നേ 55 ലക്ഷം രൂപയും പറ്റിച്ചുകൊണ്ട് അമ്മയുടെ മോന്റെ കാമുകി ഇവിടുന്ന് കടന്നു കളഞ്ഞായിരുന്നല്ലോ. അതെ, അതിനിപ്പോ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കാശ് ഇവരുടെ കയ്യില് ആ പെണ്ണ് തിരിച്ചു കൊടുത്തു, ആ നീലിമ, 1 വർഷം മുന്നേ. അപ്പോഴേക്കും എല്ലാരും ഞെട്ടുന്നുണ്ട്. ചന്ദ്രലേക്കാണ്, എന്താ നീ പറഞ്ഞേ? സുധി പറയുന്നുണ്ട്, അച്ഛാ ഇതൊക്കെ വെറും കള്ളത്തര അച്ഛാ, എന്റെ കാശും തന്നിട്ടില്ല. അതെ, ആ കാശ് 60 ലക്ഷം രൂപ പലിശ ചേർത്ത് ആ പെണ്ണ് നിനക്ക് തന്നു. ആ കാശും കൊണ്ടല്ലേ നീ നിന്റെ പെണ്ണുമ്പിളയും കൂടി ഇലക്ട്രോണിക്സ് ആണ് തുടങ്ങിയത്. അച്ഛാ ഇവനെല്ലാം ചുമ്മാ പറഞ്ഞ. ശ്രുതി പറയുന്നുണ്ട്, ആന്റി ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, രാവിലെ തന്നെ ഓരോ പ്രശ്നമായിട്ട് ഇറങ്ങിക്കോളും. എനിക്ക് വേറെ പണിയുണ്ട്. ഇവന്റെ ഇതും കേട്ടോണ്ടിരിക്കലല്ല എന്റെ ജോലി. എന്റെ അച്ഛൻ അയച്ചത് കാശുകൊണ്ടാ ശ്രുതി കട തുടങ്ങിയത്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അല്ലമ്മേ അന്ന് നീലിമ വന്നിരുന്നു, ഇവരുടെ കയ്യില് 60 ലക്ഷം രൂപ കൊടുത്തിട്ടാ ആ പെണ്ണ് തിരികെ പോയത് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കാണ്, നീ ആവശ്യമില്ലാതെ ഓരോ കള്ളത്തരം കൊണ്ട് വരില്ല കേട്ടോ. ഞങ്ങൾ ആരും കാശ് തന്നിട്ടില്ല. നിന്റെ കയ്യിലുള്ള തെളിവുണ്ടോ? തെളിവുണ്ട്. ശ്രുതി പറയാണ്, ആരെങ്കിലും കാശ് കൊടുത്ത് കൊണ്ടുവന്നായിരിക്കും തെളിവ് പറയാനായിട്ട്. രേവതി പറയുന്നുണ്ട്, എന്റെ ഏട്ടനെ അതിന്റെ ആവശ്യമൊന്നുമില്ല, സച്ചിൻ അങ്ങനെ ചെയ്യത്തുമില്ല. അത്രയും തളർന്നാണ് പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ മാത്രമാണെന്ന് പറയുന്നുണ്ട്. അതേടി ഞങ്ങൾ തന്നെയാ. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം ആരാ ചെയ്തതെന്ന്. സാക്ഷിയെ വിളിക്ക് എന്ന് ശ്രുതി പറയുന്നുണ്ട്. അമ്മേ സാക്ഷി വേറെ ആരുമല്ല, അന്ന് ഇവനെ പറ്റിച്ചിട്ട് പോയ ആ നീലിമ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നീലിമയെ വിളിക്കുകയാണ്. നീലിമയെ കണ്ടോടനെ തന്നെ ശ്രുതിയും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ ആ പാടെ ഷോക്കായി നിൽക്കുകയാണ്. നീലിമയെ കണ്ടപാടെ ചന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് ആസത്തെ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? എന്റെ മോനെ പറ്റിച്ച് പോയവളല്ലേ നീ, എന്നിട്ട് നാണല്ലാതെ അവള് കയറി വന്നിരിക്കുന്നു. അപ്പോഴേക്കും നീലിമ പറയാണ്, ശരി ആന്റി, ഞാൻ നിങ്ങളുടെ മോനെ പഠിച്ചിട്ട് കടന്നളഞ്ഞതാ. നിങ്ങളുടെ മോന് അത്രയ്ക്ക് നല്ലവനായിരുന്നോ? നിങ്ങളുടെ മോൻ എത്ര പേരെ പറ്റിച്ചു? നിങ്ങൾ അച്ഛനെ പറ്റിച്ചു, അമ്മയെ പറ്റിച്ചു, നിങ്ങൾ എല്ലാവരും അവൻ പറ്റിച്ചില്ലേ? വിവാഹം കഴിക്കാനിരുന്ന ഈ പെണ്ണിനെ പോലും അവൻ പഠിച്ചിട്ടില്ലേ? അവൻ ഈ പെണ്ണോടെ അവന് എൻ്റെ കൂടെ കടന്നാളെ ശ്രമിച്ചത്. അങ്ങനെയുള്ള ഒരുത്തനെ കിട്ടിയാൽ അവൻ നാളെ എന്നെയും പഠിച്ചിട്ട് പോകുന്നേ എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ അവനെ ഇട്ടിട്ട് പോയത്.
ഓഹോ, എല്ലാം ചെയ്തിടുന്നത് നീ ന്യായം കത്തിക്കുവാണോ? എവിടെ എന്റെ കാശ് എന്ന് ചന്ദ്ര ചോദിക്കാണ്. അതെ, നിങ്ങളുടെ മോന്റെയും മരുമകളുടെയും കയ്യിൽ 1 വർഷം മുന്നേ തന്നെ ഞാൻ ആ ക്യാഷ് കൊടുത്തു. 55 ലക്ഷം രൂപയും കൊണ്ടാണ് ഞാൻ പോയത്. 5 ലക്ഷം രൂപ പലിശയും ചേർത്ത് 60 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ പോയതെന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അമ്മേ ഇതെല്ലാം പച്ചക്കള്ളവാ. ഇവനും കൂടെ നടത്തുന്ന നാടകമല്ല. ഇവൻ ഈ ക്യാഷ് മേടിച്ചു കാണും. എന്നോട് നാടകം കളിക്കാമേ എന്ന് ശ്രുതി പറയുമ്പം നീലിമ പറയുന്നുണ്ട്, നാടകം കളിക്കേണ്ട ആവശ്യം എനിക്കില്ല ശ്രുതി. ദാ അന്ന് ഞാൻ ഇവന് ക്യാഷ് അയച്ചു കൊടുത്തതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് 60 ലക്ഷം രൂപ. ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയതിന്റെ സ്റ്റേറ്റ്മെന്റ് ദാ ഈ ഇതെന്താണെന്നറിയാമോ? അന്ന് സ്റ്റേഷനിൽ വെച്ച് എന്റെ പേരിലെ കേസിലൊന്നും ക്യാഷ് കൈപ്പറ്റിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവർ എഴുതുന്ന റെസിപ്റ്റ് ആണ് എന്ന് അവള് പറയുന്നുണ്ട്. ദാ അന്ന് എന്റെ ഡ്രൈവറായിട്ടൊന്ന ഈ സച്ചിയാണ് അന്ന് സാക്ഷ്യപ്പെട്ടത്. പക്ഷെ സച്ചി അകത്തേക്ക് കയറാത്തോണ്ട് ഇവരാണ് അതിനുള്ളിൽ നിൽക്കുന്നതെന്നും സച്ചി അറിഞ്ഞിട്ടുമില്ല എന്ന് നീലിമ പറയുന്നുണ്ട്. സച്ചിയെ പോലെ ഒരാളൊന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ പറയാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. 1 വർഷം മുന്നേ തന്നെ ഞാൻ ഈ പൈസയൊക്കെ കൊടുത്തു. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. അന്ന് പറ്റിക്കണമെന്ന് ഞാൻ വിചാരിച്ചല്ല. പക്ഷെ ഇവനെ എല്ലാവരും പഠിച്ച് ക്യാഷ് കൊണ്ടുവന്നപ്പോ എങ്കിൽ അവനെ പഠിച്ചേക്കാന്ന് ഞാൻ കരുതിയതാ. അതുകൊണ്ട് പോയി അവിടെ ഒരു ബിസിനസ് തുടങ്ങി ഞാൻ നല്ല നിലയിലായി. ഇപ്പൊ ആ ക്യാഷൊക്കെ തിരിച്ചെടുക്കുള്ള ആസ്തിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പണം തിരികെ തന്നതെന്നും പറഞ്ഞിട്ട് എന്നോട് എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് നീലിമ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഈ റെസിപ്റ്റും സാധനം എല്ലാം ശ്രീകാന്തും വർഷയും അച്ഛനൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവാണ്. ചന്ദ്ര ചോദിക്കാണ്, അപ്പം രണ്ടുപേരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? ശ്രുതിയും ഒന്നും മിണ്ടാതെ തലമുണിച്ച് നിൽക്കുന്നുണ്ട്. പറയടി, നീയല്ലേ പറഞ്ഞത് നിന്റെ അച്ഛൻ കൊടുക്കുന്ന കാശാണ്, എന്നിട്ട് എവിടെടി എന്ന് ചോദിച്ച് ചന്ദ്രൻ വഴക്ക് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അത് പിന്നെ അമ്മേ അന്ന് പിന്നെ ഇവന് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അറിയാലോ അമ്മയ്ക്ക്. ശ്രുതിയേട്ടന് ഒരു ബിസിനസ്സും ഇല്ലാതെ ആകെപ്പാടെ അന്ന് ഡള്ളടിച്ച് നടക്കായിരുന്നല്ലോ. അതുകൊണ്ട് ആ ക്യാഷ് കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. സച്ചി പറയാണ്, കൊള്ളാലുണ്ടിന്റെ ബുദ്ധി. എന്നിട്ട് ഞങ്ങളുടെ ഷെയർ എവിടെ? ആ ഷെയറെ ശ്രീകാന്തിനും അച്ഛനും എനിക്കും ശ്രുതിക്ക് അവകാശപ്പെട്ടതാ. നിങ്ങളുടെ ഷെയർ നിങ്ങളെടുത്തോ, ബാക്കി പൈസ ഞങ്ങൾക്ക് വേണം എന്ന് സച്ചി പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയാണ്, വേണ്ട, ഞങ്ങൾക്ക് ആരെ ഷെയർ ഒന്നും വേണ്ട. അതെ, അച്ഛന്റെ പൈസയാ, മര്യാദയ്ക്ക് അത് മുഴുവൻ അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കണം. 55 ലക്ഷമല്ല 60 ലക്ഷം രൂപയും അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് സച്ചി പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോ ബിസിനസ് ഒക്കെ ഡള്ളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാ കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ക്യാഷ് തരാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, എവിടെടി നിന്റെ അച്ഛൻ? അതിപ്പോ ഞാൻ നിന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ല. ക്യാഷ് തന്ന് നിന്റെ വായ അടപ്പിച്ചല്ലോ. ഇതൊക്കെ കള്ളത്തിലാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായടി. നിനക്ക് അങ്ങനെ ഒരു അച്ഛനും ഇല്ല, ഒരു ബിസിനസ്സും ഇല്ല. നീ ഇവരും ദരിദ്രവാസിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നേ എന്ന് പറഞ്ഞ് ചന്ദ്ര പറയുന്നുണ്ട്. അമ്മേ അല്ലമ്മേ, ഇതുവരെ അച്ഛന് ജയിലിൽ നിന്ന് ഇറങ്ങാറായിട്ടില്ല. അതുകൊണ്ട് പിന്നെ അച്ഛൻ എങ്ങനെ ക്യാഷ് തരും? പിന്നെ അമ്മ എങ്ങനെ ചോദിച്ചിട്ട് ഓർച്ചു തന്നുകൊണ്ടാ ഞാൻ ആ ക്യാഷ് തന്നത് എന്ന് ശ്രുതി പറയുന്നുണ്ട്. അച്ഛാ, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. ജഡ്ജിയമ്മേ, നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളെല്ലാം പറ്റിച്ചത് നിങ്ങളുടെ മോനാ, അല്ലാതെ വേറെ ഒരുത്തിയല്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ളവനാ എല്ലാം ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, എന്താണാ ഇത്? നീ കാരണം എനിക്കൊരു സമാധാനമില്ല. എല്ലായിടത്തുനിന്നും എന്നെ നാണകടത്തലാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ അത് പിന്നെ വേണ്ട, ഒന്നും മിണ്ടണ്ട. 1 മാസത്തിനുള്ളിൽ ആ മുഴുവൻ പൈസയും ഇവിടെ കൊണ്ടുവന്നിരിക്കണം. രണ്ടുപേരും കട വിൽക്കുകയോ നിങ്ങളുടെ ഉള്ളതെല്ലാം വിൽക്കുകയോ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ എന്റെ കാശിന്റെ കൈ കിട്ടിയിരിക്കണം എന്നിവള് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ആകുന്ന കേട്ടോ. നീലിമ അങ്ങനെ തിരികെ വരുന്നത്, ക്യാഷ് കൊടുക്കുന്ന എല്ലാം ഉണ്ട്. അങ്ങനെ ഇതെല്ലാം മറച്ചു വെക്കാണ് ശ്രുതിയും. എന്തായാലും സത്യങ്ങളെല്ലാം നമ്മുടെ സച്ചി തെളിയിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ചെമ്മണ്ണീർ പൂവിന്റെ വരാൻ പോകുന്ന സ്റ്റോറീസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.